നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റെയ്ഡിൽ സംസ്ഥാന സർക്കാരിന് റോളില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തനിക്കെതിരായ CPIM വിമർശനങ്ങളെ പരിഹസിച്ചു തള്ളുക കൂടി ചെയ്തു. ഇഡിയുടെ നടപടിയിൽ കോൺഗ്രസ് സങ്കുചിത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത് CPI തള്ളിക്കളഞ്ഞു. ഇഡി റെയ്ഡിൽ മാധ്യമങ്ങളുടെ നിരന്തരമായ ചോദ്യങ്ങളോട് മൗനമായിരുന്നു ഇന്ന് രാവിലെ വരെ മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന ചോദ്യത്തോട് പ്രതികരണം ഇങ്ങനെ: ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനിബാബയാണ്. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരണം. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചല്ല ഇഡിയുടെ റെയ്ഡെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റെയ്ഡെന്ന CPIM വിമർശനത്തെ മുഖ്യമന്ത്രി പരിഹസിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്, ഞാൻ ചിരിക്കണോ അല്ല കരയണോ? ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CPIMന് വിമർശനം. പോലീസ് ഇടപെടലിനെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. അതേസമയം ഇഡി നടപടികളോടുള്ള കോൺഗ്രസ് സമീപനത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണത്തിൽ CPIM പ്രവർത്തകരെ ന്യായീകരിക്കുന്ന മറുപടിയായിരുന്നു പിണറായി വിജയന്റേത്. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതേസമയം അക്രമ സംഭവങ്ങളെ തള്ളുകയാണ് CPI. അത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത്തരം സീൻസ് ഒഴിവാക്കേണ്ടതാണ്. അതേസമയം തന്നെ ഇഡി എന്താ ചെയ്തത്? ഇഡി ഒരു രാഷ്ട്രീയ സീൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷോ നടത്താൻ ഇഡിക്ക് എന്ത് കാര്യം? കേസിന്റെ വഴിക്ക് പോട്ടെ. 24 തിരുവനന്തപുരം. ഇന്ന് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനമായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂന്നിയായിരുന്നു പ്രഖ്യാപനങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവാവധി എന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം. പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. വനിതകളോടുള്ള സർക്കാരിന്റെ ആഭിമുഖ്യം വെളിവാക്കുന്നതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ UDF സർക്കാരിന് വേണ്ടി നടത്തിയ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗഹൃദപരമായ രീതിയിലാക്കുമെന്ന് നയപ്രഖ്യാപനം ഉറപ്പു നൽകുന്നു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന കാഴ്ചപ്പാടൂന്നിയാകും ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി നൽകും. പഠനത്തിൽ കുട്ടികൾ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സംഘടിപ്പിക്കും. Our commitment to girl students is reflected in project Menstrual Dignity, under which we intend to make educational institutions and public spaces friendly for girls and women. My government also plans to announce up to 3 days of monthly menstrual leave for school students. വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നതാണ് നയപ്രഖ്യാപനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഡിമെൻഷ്യ രോഗികൾക്ക് വേണ്ടി പകൽ വീടുകളും സ്മൃതി കഫേകളും വ്യാപിപ്പിക്കും. സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്തോടെയുള്ള ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം, സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും ഈ കാഴ്ചപ്പാടിലൂന്നിയാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സംശുദ്ധ ഭരണവും ധനപരമായ ഉത്തരവാദിത്വവും ഭരണകാര്യക്ഷമതയും പിന്തുടരുന്നതാകും പുതിയ സർക്കാരിന്റെ ഭരണമെന്നും നയപ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സമ്മർദ്ദത്തിലാണെന്നും പൊതുധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്നും നയപ്രഖ്യാപനത്തിലും ആവർത്തിക്കുന്നുണ്ട്. പ്രകടന പത്രികയുടെ ഭാഗമായ ഇന്ദിരാ ഗ്യാരണ്ടികളെക്കുറിച്ചും പരാമർശമുണ്ട്. കൃഷിയായിരിക്കും സർക്കാരിന്റെ പ്രധാന മുൻഗണന. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്, ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം, മലബാർ ടെമ്പിൾ, പിൽഗ്രിം പ്രോജക്ട് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനത്തിൽ കാണാം. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നായിരുന്നു
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം LDFന്റെ നയമല്ല നടപ്പിലാക്കുന്നത് എന്ന് പിണറായി വിജയന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയും നൽകി. നയപ്രഖ്യാപനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നായിരുന്നു BJPയുടെ വിമർശനം. പുതുയുഗത്തിലേക്ക് നയിക്കുമെന്നാണ് UDF പ്രഖ്യാപനമെങ്കിലും അതിനുള്ള റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിലില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സംസ്ഥാനത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിൽ സർക്കാരിന്റെ മൗനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും അക്കാര്യം മറച്ചുവെച്ചെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അല്ല, നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം. കാരണം അദ്ദേഹത്തിന്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെന്റിന്റെ നയമാണ് നടപ്പാക്കുന്നത്. വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം, വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാവും. ഗവൺമെന്റ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ നയപ്രഖ്യാപനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് BJP നേതാവും MLAയുമായ V മുരളീധരൻ കുറ്റപ്പെടുത്തി. ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒരു തരത്തിലും നിരക്കാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതൊന്നുമില്ലാത്ത ഈ നയപ്രഖ്യാപനം ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി ജൂൺ 2 നിയമസഭ വീണ്ടും സമ്മേളിക്കും. 24 തിരുവനന്തപുരം. ദേശീയ ഗീതമായ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന ലോക്ഭവന്റെ നിർദ്ദേശം തള്ളി സംസ്ഥാന സർക്കാർ. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആലപിക്കാത്തതിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അതൃപ്തി പരസ്യമാക്കി. സർക്കാർ നടപടിയെ പിന്തുണച്ച് പ്രതിപക്ഷവും വിമർശിച്ച് BJPയും രംഗത്തുവന്നു. ഇതിനിടെ ഗവർണറെ അനുഗമിച്ച് സഭാതലത്തിൽ പ്രവേശിച്ച സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നടപടി വിവാദമായിട്ടുണ്ട്. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സർക്കാർ തള്ളി. സഭാ നടപടികൾ തുടങ്ങിയതും അവസാനിച്ചതും പോലീസ് ബാൻഡ് ബ്യൂഗിളിൽ വായിച്ച വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികളോടെ. വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നതാണ് പ്രോട്ടോകോളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. Vande Mataram should be sung or played on music or band. Whenever it is played or sung, it has to be in full. That is what we feel. വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി ഇങ്ങനെ: Singing Vande Mataram is not mandatory. This is not a provision of any of the act. Just like a flag code, nothing. This is a guideline only. We have certain decisions on that. Congress Party and the UDF is having certain decisions on these stanzas. That is why we have taken that decision. If governor is having some complaint, I will discuss with the governor, definitely. സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ. RSS അജണ്ട കേരളത്തിന് നടപ്പാക്കേണ്ട ബാധ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റു തടസ്സങ്ങളില്ല. ഗവർണറെയും ലോക്ഭവനെയും ദേശീയ ഗീതത്തെയും അവഹേളിച്ചെന്നാണ് BJP ആരോപണം. വാസ്തവത്തിൽ ഈ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അനാദരവ് കാണിക്കുന്ന നടപടിയായി. അതേസമയം സഭാതലത്തിൽ പ്രവേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാമെന്നും വിവാദമാക്കാനില്ലെന്നുമാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു CPM നേതാവ് കൂടി അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അജ്മൽ ദിറാർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, ഇതോടെ എത്ര പേർ ആകെ അറസ്റ്റിലായിട്ടുണ്ട്? എന്താണ് കൂടുതൽ വിവരങ്ങൾ?
ദിൽന, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടന്നതിന് പിന്നാലെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയായ CPM നേതാവ് ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായിരിക്കുന്നത്. മുൻ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. ആറ്റുകാൽ വാർഡിലെ കൗൺസിലറായിരുന്ന ഉണ്ണികൃഷ്ണനെ ഇന്നിപ്പോ രാത്രിയോടെ അല്പസമയം മുമ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സൂചന. ഇപ്പോൾ നിലവിൽ 19 പേരായിരുന്നു ഇന്ന് വൈകിട്ട് വരെ റിമാൻഡിലായ പ്രതികൾ. ഈ പോലീസ് ഇ.ഡി. ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളും കല്ലും ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ 7 പ്രതികൾ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അവരെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജൂൺ 12 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് 12 പ്രതികളെ കൂടി ഈ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 19 പ്രതികളാണ് നിലവിൽ റിമാൻഡിലുള്ളത്. അത് കൂടാതെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ കൂടി പ്രതിപട്ടികയിൽ പോലീസ് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ഉണ്ണികൃഷ്ണനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെ നിലവിൽ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതില്ല. ശരി അജ്മൽ. കർണാടകയിൽ DK ശിവകുമാർ സർക്കാർ ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് സൂചന. നാളെ വൈകിട്ട് 4 മണിക്ക് വിധാൻ സൗധയിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. സജു ചാമക്കാലയിൽ ബംഗളൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജു, നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപനം, ബുധനാഴ്ച സത്യപ്രതിജ്ഞ, അതാണോ പദ്ധതി? അതിന് അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ തുടരുന്ന സിദ്ധരാമയ്യ അല്പസമയം മുൻപാണ് അദ്ദേഹം സംസ്ഥാനത്തേക്ക് എത്തിയത്. നാളെയായിരിക്കും DK ശിവകുമാർ നിയുക്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോകുന്ന DK ശിവകുമാർ സംസ്ഥാനത്തേക്ക് എത്തുക. നാളെ വൈകിട്ട് 4 മണിക്ക് വിധാൻ സൗധയിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സിദ്ധരാമയ്യ, DK ശിവകുമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ പേര് തെരഞ്ഞെടുത്തതിനു ശേഷം ജൂൺ 3-ാം തീയതി ആയിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അല്പസമയം മുൻപാണ് ജൂൺ 3-നായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളതിന്മേൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് സീനിയർ ഡെപ്യൂട്ടി ചെയർമാനും മുൻ മന്ത്രിയുമായ TU കുരുവിള അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റൺ മെഡ് സിറ്റിയിൽ ചികിത്സയിലായിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. എന്തുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നുവെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കേസിൽ കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA വീണ്ടും ചോദ്യമുന്നയിക്കുകയാണ് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർച്ച എങ്ങനെ സംഭവിച്ചു? മേൽനോട്ട സമിതി മേൽനോട്ടം നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. ഹ്രസ്വകാലത്തേക്ക് നടത്തിയ 60 ശുപാർശകളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഉന്നതാധികാര സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ കോടതിയെ അറിയിച്ചു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ടെന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച ഗൗരവത്തോടെയാണ് കാണുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കേസിൽ വിശദമായ സത്യവാങ്മൂലം 6 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. UPSC അടക്കം കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് NTA പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നും കോടതി വാക്കാൽ പറഞ്ഞു. അതിനിടെ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. എല്ലാ DTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കും. സൗജന്യ യാത്രയ്ക്കായി പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് കാണിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചു. 24 ഡൽഹി. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ഇന്ന് തുറന്നില്ല. ജൂൺ 1 തുറക്കുമെന്ന് CBSE വ്യക്തമാക്കി. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയിൽ സാങ്കേതിക സഹായം നൽകിയ കോ-എംപാക്ട് എഡ്യൂക്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിനെ പഴിച്ചാരി തലയൂരാനാണ് CBSE ശ്രമിക്കുന്നത്. കോ-എംപാക്ട് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്തും. അതേസമയം ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിൻസിപ്പൽമാർക്ക് CBSE നിർദ്ദേശം നൽകി. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയവും നടത്തുന്നതിനുള്ള ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയതായി CBSE ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിക്കേണ്ട പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ബോർഡ് അറിയിച്ചു. പോർട്ടൽ ഇന്ന് തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നിർവഹിച്ച കമ്പനിക്ക് വ്യാപക പിഴവുകൾ പറ്റിയതായി വിലയിരുത്തി. വ്യക്തമല്ലാത്ത 5000 ഉത്തരക്കടലാസുകളും ഉത്തരക്കടലാസ് മാറിപ്പോയ 23 കേസുകളും CBSE കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ
കോയംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്താനാണ് തീരുമാനം. പിഴവുകൾ വരുത്തിയ ഉത്തരക്കടലാസുകളുടെ എണ്ണം കണക്കാക്കിയാകും പിഴ ചുമത്തുക. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് കരാർ കോയംറ്റ് കമ്പനിക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. ആദ്യ 2 ടെൻഡറുകളിൽ യോഗ്യരായ അപേക്ഷകൾ ലഭിക്കാത്തതിനാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി മൂന്നാമത് നൽകിയ ടെൻഡറാണ് കോയംറ്റ് കമ്പനി സ്വന്തമാക്കിയത്. മൂല്യനിർണ്ണയ പിഴവുകളെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഓൺസ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ച പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് CBSE. OSMനെ പിന്തുണയ്ക്കുന്ന റീലുകൾ, വീഡിയോകൾ, സന്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് CBSE ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ടെറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരെ പുറത്താക്കണമെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഉന്നയിക്കപ്പെട്ട പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഇൻ സർവീസ് അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നേടാനുള്ള കാലാവധി 2 വർഷത്തിൽ നിന്ന് 3 വർഷമായി കോടതി ഇളവ് ചെയ്തു. പുതിയ ഉത്തരവ് പ്രകാരം മുൻപ് നിശ്ചയിച്ചിരുന്ന 2027 ഓഗസ്റ്റ് 31 പകരം 2028 ഓഗസ്റ്റ് 31 വരെ അധ്യാപകർക്ക് ടെറ്റ് പാസ്സാകാൻ സമയം അനുവദിച്ചു. കേരള സർക്കാരും വിവിധ സംഘടനകളും ഉൾപ്പെടെ 45ഓളം പുനഃപരിശോധനാ ഹർജികളാണ് പരിഗണിച്ചത്. നിലവിൽ ഉള്ള അധ്യാപകർക്ക് അവർ ജോലിയിൽ പ്രവേശിച്ചപ്പോഴുള്ള നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ സർവീസിൽ തുടരാൻ അനുവദിക്കണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. IPL വാർത്തയിലേക്കാണ്. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. 2ാം ക്വാളിഫയറിൽ രാജസ്ഥാനെ 3 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് കലാശക്കളിക്ക് ടിക്കറ്റ് എടുത്തത്. സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിന്റെ വിജയശില്പി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, അനായാസമായ ഒരു ജയം ഫൈനലിൽ RCB ഒപ്പം ഗുജറാത്ത്. 1ാം ക്വാളിഫയറിലെ പോലെ തന്നെ ഫൈനൽ ആവർത്തിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. RCBയെ നേരിടാൻ ഞായറാഴ്ചയാണ് കലാശ പോരാട്ടം. അതിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ദിൽന സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അനായാസ ജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടോസ് കിട്ടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാനുള്ള റിയാൻ പരാഗിന്റെ തീരുമാനം തെറ്റിപ്പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഒരു വമ്പൻ സ്കോറിലേക്ക് ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ആ മത്സരം നടന്നത്. അതുപോലെ ഒരു വമ്പൻ സ്കോർ പടുത്തുയർത്താമെന്ന പ്രതീക്ഷയിലാണ് ആദ്യം ബാറ്റ് ചെയ്യാൻ റിയാൻ പരാഗ് തീരുമാനിച്ചത്. പക്ഷേ പതിവ് പോലെ തന്നെ വൈഭവ് സൂര്യവംശി ഒഴിച്ച് മറ്റാർക്കും തന്നെ കാര്യമായി തിളങ്ങാനായില്ല. വൈഭവ് 47 പന്തിൽ 96 റൺസ് അടിച്ചപ്പോൾ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിൽ നിന്നാണ് കാര്യമായി മറ്റൊരു സംഭാവന വന്നത്, 45 റൺസ്. പക്ഷേ 214 എന്ന് പറയുന്ന ഒരു സ്കോർ ഗുജറാത്തിന് മുന്നിൽ പര്യാപ്തമായിരുന്നില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. വളരെ അനായാസമായി തന്നെ ശുഭമാൻ ഗില്ലും സായ് സുദർശനും തന്നെ ഈ സ്കോർ അടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശുഭമാൻ ഗില്ല് സെഞ്ചുറി നേടിയപ്പോൾ സായ് സുദർശൻ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു. സായ് സുദർശന്റെ മറ്റൊരു രസകരമായ കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ ഹിറ്റ് വിക്കറ്റ് ആയത് അതുപോലെ തന്നെ ഈ മത്സരത്തിലും അദ്ദേഹം ഹിറ്റ് വിക്കറ്റ് ആയി പോയത് ഒരു നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ കൗതുകകരമെന്നോ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെയും തളരാതെ ടീമിനെ ജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ശുഭമാൻ ഗില്ലിനെയാണ് കണ്ടത്. 53 പന്തിൽ 15 4-ഉം 3 6-ഉം ഉൾപ്പെടെയാണ് 104 റൺസ് ശുഭമാൻ ഗില്ല് നേടിയത്. സായ് സുദർശന്റെ വക 58-ഉം. എന്തായാലും ഗുജറാത്തിന് ഇത് കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ്. 1ാം ക്വാളിഫയറിലെ തോൽവിക്ക് അതിന് കണക്ക് വീട്ടാനാവുക ഒരിക്കൽ കൂടി ഈ സാല കപ്പ് നമുദു എന്നായി മാറുമോ RCBയുടെ ജയത്തോടെ എന്നത് ഇനി ഞായറാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആതിഥേയരെന്ന നിലയിൽ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഒരു പക്ഷേ ഗുജറാത്തിന് കിട്ടിയേക്കാം. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് അവിടെ ജയിച്ചു എന്നുള്ളത് RCBക്കും വലിയ സ്വപ്നം കാണാൻ നൽകുന്ന അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒക്കെ തന്നെ ഒരു ഗ്രൗണ്ടായി മാറുകയും ചെയ്യും. ദിൽന. ശരി അനിൽ, IPLന്റെ കലാശപ്പോരിൽ ഞായറാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മറ്റൊരു വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 1 മാസം മുൻപ് ആശുപത്രി മതിൽ ഇടിഞ്ഞു വീണ് ബംഗളൂരുവിൽ 7 പേർ മരിച്ചിരുന്നു. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജു, പറയൂ. പിന്നെ ഇന്ന് വൈകിട്ട് ശക്തമായ വേൽമഴയാണ് ബംഗളൂരു നഗരത്തിലുണ്ടായത്. നഗരപരിധിയിലെ വിജയനഗറിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശക്തമായ മഴ പെയ്തപ്പോൾ റോഡരികിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ഡ്രൈവർക്കാണ് ഇത്ര ദാരുണമായ ഒരു സംഭവത്തിലൂടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശിവബോറയാണ് മരിച്ചത്. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് സമീപത്തെ മതിലിടിഞ്ഞു വീഴുകയായിരുന്നു. 1 മാസം മുൻപ് ബോറിംഗ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ബോറിംഗ് ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ് 3 മലയാളികളടക്കം മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ശേഷം 20 ദിവസങ്ങൾക്കപ്പുറമാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയെ തുടർന്ന് മതിലിടിഞ്ഞു വീണപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ദിൽന. ശരി സജു. നാരദ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വിശ്വസംവാദ കേന്ദ്രത്തിന്റെ PVK നെടുങ്ങാടി അനുസ്മരണം കോഴിക്കോട് നടന്നു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ
PV നെടുങ്ങാടി അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മാധ്യമ അവാർഡുകൾ കരസ്ഥമാക്കിയ 24 അസോസിയേറ്റ് എഡിറ്റർ ദീപക് ധർമ്മടത്തെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 സൗത്ത് ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലേറ്റസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.